തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ത്രികോണ മത്സരം. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഭരണം പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് മൂന്ന് മുന്നണികളും. കഴിഞ്ഞ 25 വർഷമായി ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഇക്കുറി കൂടുതൽ സീറ്റോടെ അധികാരം നിലനിർത്തുവാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി KPCC മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ കുറവിൽ ഭരണം നഷ്ടപ്പെട്ട LDF ഇക്കുറി ഒറ്റയ്ക്ക് ഭരണം നേടാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി വിദ്യാഭ്യാസ സമ്പന്നമായ യുവതലമുറയെ പോരാട്ടത്തിനിറക്കിയാണ് LDF നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ആവർത്തിക്കാനായാൽ ഭരണത്തിലെത്താമെന്നാണ് NDAയുടെ ആത്മവിശ്വാസം. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണം. മൂന്ന് മുന്നണികളും ഓരോ വാർഡിലും ചിട്ടയോടെ കാര്യക്ഷമമായി നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നേട്ടമുണ്ടാക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് നേതൃത്വം. അപരന്മാരില്ലാത്തതും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കുറവുള്ളതും മുന്നണികളുടെ തലവേദന കുറച്ചിട്ടുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നതാണ് കൗൺസിൽ പ്രവർത്തനങ്ങളെ ബാധിച്ചതെന്ന തിരിച്ചറിവിൽ 2/3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയെന്ന ലക്ഷ്യവുമായാണ് പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളതെന്നും ഇത് അനുകൂല ഘടകമാവുമെന്നുമാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇക്കുറി ഭരണത്തിലെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. വിദ്യാസമ്പന്നരായ യുവനിരയെ അണിനിരത്തിയതിലൂടെ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം. മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ നേട്ടം ആവർത്തിക്കാനും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും നേട്ടങ്ങളും അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA നേതൃത്വവും.